കെ റഫീഖ്, ഞാൻ താങ്കളിലേക്കാണ് വരുന്നത്. അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങൾ കേട്ടിരിക്കും. BJP പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ കക്ഷി രാഷ്ട്രീയം കലർത്തരുത് എന്ന അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന നമ്മളെല്ലാവരും മുഖവിലേക്ക് എടുക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അദ്ദേഹം ആദ്യം അടിയന്തര കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അതിലൊരു തർക്കം ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, സഹായം അഭ്യർത്ഥിച്ചിട്ട് വൈകിക്കൊണ്ടിരിക്കുന്നു എന്ന ആ ഒരു പരാതി സംസ്ഥാന സർക്കാരിനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നലത്തെ മന്ത്രിസഭാ യോഗം തന്നെ ഔപചാരികമായി വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയന്തര സഹായം പെട്ടെന്ന് ലഭിക്കേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി അത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അത് കേൾപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി തന്നെ തുടങ്ങിയത്. എങ്കിലും അദ്ദേഹം അങ്ങനെ പറയുന്നു. ഔപചാരികമായി കേരള സർക്കാരിന് അങ്ങനെ ഒരു പരാതിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള ഇടപാടാണ്, അതിന് സമയം എടുക്കും എന്ന്. ഇതങ്ങനെ തന്നെയാണോ സംഭവിച്ചിരിക്കുന്നത്? അടിയന്തരമായി കേന്ദ്ര സർക്കാർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു, ബാക്കി കാര്യങ്ങൾ വൈകും എന്നതാണോ? അടിയന്തര സഹായം പോലും മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ അടിയന്തര സഹായം ഇത്തരത്തിലുള്ള നടപടികൾക്കൊന്നും കാത്തു നിൽക്കാതെ കൊടുത്തു. കേരളത്തിലുണ്ടായത് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് എന്നാണ് ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്യം. അതുണ്ടായിരിക്കെ അടിയന്തര സഹായം പോലും ലഭിച്ചില്ല എന്ന ഇപ്പോൾ ചർച്ച ചെയ്യുന്ന പരാതി കേരള സർക്കാരിന് ഇല്ലാത്തതാണോ? താങ്കൾ വയനാടിൻ്റെ മണ്ണിൽ നിന്നാണ് വരുന്നത്. ആ മണ്ണിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ കൃഷ്ണദാസ് പറഞ്ഞ കാര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കും റഫീഖ്? അല്ല, ഇവിടെ ഈ BJPയുടെ പ്രതിനിധി പറഞ്ഞ വാദം ഒരു തരത്തിലും ശരിയായ വാദമല്ല. ഇപ്പോൾ വയനാട്ടുകാരെ സംബന്ധിച്ച് മാത്രമല്ല, ലോകം തന്നെ വലിയ ഞെട്ടലോടുകൂടി കണ്ട ഒരു ദുരന്തമാണ് ചുരൽമലയിൽ ഉണ്ടായതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല. ഇവിടെ അർഹതപ്പെട്ടിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട കൃത്യമായിട്ടുള്ള ഒരു സഹായം ഇവിടെ ലഭിക്കുന്നില്ല എന്നുള്ള യഥാർത്ഥ പ്രശ്നമാണ് വിഷയം. ഇത് കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ വിമർശനമല്ല. അങ്ങനെ അല്ല ഇതിനെ കാണേണ്ടത്. കാരണം ഈ നാട്ടിലുള്ളത് ജനങ്ങളാണ്, ഇന്ത്യൻ പൗരന്മാരാണ്. കേന്ദ്ര ഗവൺമെന്റ് തീർച്ചയായും ഇത്തരമൊരു ദുരന്തത്തിന് അടിയന്തര സഹായം നൽകേണ്ടതായിട്ടുണ്ട്. ഇവിടെ റിപ്പോർട്ട് വന്നില്ല എന്ന ചർച്ചയ്ക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. ഒരുപാട് തവണ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഓഗസ്റ്റ് മാസം 18-ാം തീയതി കൃത്യമായ വിശദമായ റിപ്പോർട്ട് നൽകിയതാണ്. പ്രധാനമന്ത്രി ഇവിടെ സന്ദർശിച്ചപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ, ദുരിതബാധിത പ്രദേശത്തെ ജനങ്ങളെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ടു. കേരളത്തിലെ ഗവൺമെന്റ് വലിയ പ്രതീക്ഷയോട് കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് മാസം 18-ാം തീയതി കൃത്യമായ റിപ്പോർട്ട് നൽകി. ഇപ്പോ എത്ര ദിവസങ്ങൾ പിന്നിടുന്നു? ദുരന്തമുണ്ടായിട്ട് 2 മാസം പിന്നിടുമ്പോഴും ഒരു നയാ പൈസ പോലും നൽകാൻ വേണ്ടി തയ്യാറായില്ല എന്ന് പറയുന്നത് രാഷ്ട്രീയ വിമർശനമായിട്ടല്ല കാണേണ്ടത്, ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഇതിനെ കാണേണ്ടതായിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ നേരത്തെ ഇവിടെ അവതാരകൻ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി വന്നപ്പോൾ ഫണ്ട് പ്രഖ്യാപിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. കാരണം വേറെ ചില സ്ഥലങ്ങളിൽ, മറ്റു ചില സംസ്ഥാനങ്ങളിൽ, ഇപ്പോ തെലുങ്കാനയും ആന്ധ്രയും, അവിടെ ഉണ്ടായിട്ടുള്ള മരണം എന്ന് പറയുന്നത് തെലുങ്കാനയിൽ 16-ഉം അതുപോലെ തന്നെ ആന്ധ്രയിൽ 19-ഉമാണ്. 35 മരണമാണ് അവിടെ ഉണ്ടായത്. അവിടെ 3448 കോടി രൂപയാണ് NDRFന്റെ ഭാഗമായി, ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിന്റെ ഭാഗമായി നൽകിയിട്ടുള്ളത്. അവിടെ ഒരു റിപ്പോർട്ടും കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല. ഒരു റിപ്പോർട്ടും കൊടുത്തില്ല. മന്ത്രിമാർ വന്ന് പ്രഖ്യാപിക്കുകയാണ്. BJP ഭരിക്കുന്ന ത്രിപുരയിൽ 40 കോടി രൂപ പ്രഖ്യാപിക്കാൻ അവിടെ വേറെ റിപ്പോർട്ടിന്റെയോ മറ്റോ ഒരു ആവശ്യം ഉണ്ടായില്ല. അവിടെ കേന്ദ്രമന്ത്രിമാർ വന്ന് നേരിട്ട് പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഒട്ടനവധി 300ഓളം ആളുകൾ, 241 പേർ മരിക്കുകയും ബാക്കി ഒരുപാട് പേര് മിസ്സിംഗ് ആവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ദുരന്തത്തിൽ 2 മാസം പിന്നിടുമ്പോഴും ഒരു പണം പോലും നീക്കിവെക്കാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ വലിയ പ്രതിഷേധം അർഹിക്കുന്ന വിഷയം തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് പലതരത്തിലുള്ള അവഗണനകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് രാഷ്ട്രീയമായി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള അവഗണന ഉണ്ട്. ഇത് മറ്റ് ഫണ്ടുകൾ നൽകുന്ന കാര്യത്തിൽ മാത്രമല്ല അവഗണന. ഇവിടെ നമ്മുടെ ഒരു പ്രതീക്ഷ, ഈ ദുരന്തം ഏറ്റവും വലിയൊരു ദുരന്തമായത് കൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഫണ്ട് ലഭിക്കുമായിരുന്നു എന്നാണ് നമ്മൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ അനുഭവം, ഈ 2 മാസത്തെ അനുഭവം വെച്ചുകൊണ്ട് പറയുമ്പോൾ മുമ്പുണ്ടായിരുന്ന അതേ അനുഭവങ്ങളിലേക്ക് തന്നെ പോകുന്നു എന്നാണ് കാണേണ്ടത്. നിങ്ങളൊക്കെ 2013-2014 മണ്ണിടിച്ചിലിൽ അന്നത്തെ പ്രപ്പോസൽ കൊടുത്തത് 503 കോടി രൂപയാണ്. ഒരു നയാ പൈസ ആ ഘട്ടത്തിൽ നൽകിയില്ല.
2014 മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് 258 കോടി രൂപയുടെ പ്രപ്പോസൽ കൊടുത്തപ്പോൾ 1 രൂപ നൽകിയില്ല. കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. 2016 പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൽ 48 കോടിയുടെ പ്രപ്പോസൽ കൊടുത്തപ്പോൾ 1 രൂപ നൽകിയില്ല. 2019 വെള്ളപ്പൊക്കത്തിൽ 20,100 രൂപയുടെ പ്രപ്പോസൽ കൊടുത്തപ്പോൾ 1 രൂപ കോടിയുടെ പ്രപ്പോസൽ കൊടുത്തപ്പോൾ 1 രൂപ നൽകിയില്ല. ഞാൻ വിശദാംശങ്ങളെ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ മുമ്പിലുള്ള അനുഭവം അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് അതേപോലുള്ള അനുഭവം അല്ല. പകരം പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നു, കേന്ദ്രമന്ത്രിമാർ നേരിട്ടെത്തുന്നു. ഇത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയേറെ ആളുകൾ മരിച്ചതാണ്. നാഷണൽ മീഡിയാസ് ഉൾപ്പെടെ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇന്റർനാഷണൽ മീഡിയാസ് ഉൾപ്പെടെ ഈ കാര്യം വാർത്തകൾ വരുന്ന സാഹചര്യം ഉണ്ടായി. അന്തർദേശീയ തലത്തിലുള്ള നേതാക്കന്മാർ പലരും സഹായ വാഗ്ദാനങ്ങളും മറ്റും പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ ഘട്ടത്തിലെങ്കിലും ഇതുപോലുള്ളൊരു ദുരന്തത്തിൽ വയനാട്ടിലെ ജനങ്ങളെ കൈചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ അതിന് തയ്യാറായില്ല എന്നത് ഏറ്റവും പ്രതിഷേധാർഹമാണ്. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. ഇവിടെ കേരളത്തിലെ സർക്കാർ ചെയ്തൊരു കാര്യമുണ്ട്. കേരളത്തിലെ സർക്കാർ ഇത് അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചു. അതിന്റെ ഭാഗമായി കേരളത്തിലെ MP-മാർക്ക് 25 ലക്ഷം രൂപ വരെ അവരുടെ ഫണ്ടിൽ നിന്നും, കേന്ദ്ര ഗവൺമെന്റ് യാതൊരു നഷ്ടവും വരുന്നില്ല, MP ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ വരെ നീക്കി വെക്കാൻ വേണ്ടി കഴിയും. സഖാവ് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ 25 ലക്ഷം രൂപ നീക്കിവെച്ചു. മറ്റു പല UDF-ന്റെ MP-മാരും ആ നിലയിലുള്ള സമീപനം സ്വീകരിച്ചിട്ടില്ല എന്നത് മറ്റൊരു കാര്യം. എങ്കിലും ജോൺ ബ്രിട്ടാസ് അതിന്റെ മാതൃകയായി 25 ലക്ഷം രൂപ നീക്കിവെച്ചു. അത് അങ്ങനെ നീക്കിവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് കേരളത്തിലെ സർക്കാർ അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായി ഇതിനെ പ്രഖ്യാപിച്ചത് കൊണ്ടാണ്. ഒരു ഛേദവുമില്ലാതെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇത് അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായി കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ എല്ലാ MP-മാർക്കും, ഇന്ത്യയിലെ എല്ലാ MP-മാർക്കും വേണമെങ്കിൽ നീക്കിവെക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ വരുമ്പോ 788 MP-മാരുണ്ട്. രാജ്യസഭയും അതുപോലെ ലോക്സഭയുമായി ബന്ധപ്പെട്ട് 788 MP-മാരുണ്ട്. അതിൽ അങ്ങനെ ഒരു പണം നീക്കി വെച്ചിരുന്നെങ്കിൽ വലിയ രൂപത്തിലുള്ള തുക കേരളത്തിൽ ലഭിക്കുമായിരുന്നല്ലോ. അങ്ങനെ ഒരൊറ്റ ഉത്തരവിറക്കിയാൽ മാത്രം ലഭിക്കുന്ന തുകയുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് 1 രൂപയുടെ നയാ പൈസയുടെ നഷ്ടം വരാത്ത രൂപത്തിൽ അതിന് പോലും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. വളരെ ഗൗരവമായി കേരളീയ സമൂഹം ഇത് ചർച്ച ചെയ്യപ്പെടുകയാണ്. വയനാട്ടിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഉയരുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലയിലുള്ള ആളുകൾ 7-ാം തീയതി കേന്ദ്ര സർക്കാർ ഓഫീസിന് മുമ്പിൽ ഇവിടെ പ്രതിഷേധ സത്യാഗ്രഹം ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 7-ാം തീയതി LDF അതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. LDF അതിന് പിന്തുണ പ്രഖ്യാപിച്ച് LDF എന്ന നിലയിലും അതിന്റെ ഭാഗമായി ചേരും. ദുരിതബാധിത മേഖലയിലെ ജനങ്ങളാണ് പ്രതിഷേധത്തിലേക്ക് വരുന്നത്. അപ്പൊ അത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയത്തിന്റെ ഭാഗമായി, കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായുള്ള ഒരു പ്രതികരണമല്ല. മറ്റു പല സംസ്ഥാനത്തിനും പണം അനുവദിക്കുമ്പോൾ കേരളത്തോട് എന്തിനാണ് ഇങ്ങനെ ഒരു സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്? മാത്രമല്ല, ഇന്ത്യക്ക് തന്നെ മാതൃകയായിക്കൊണ്ടാണ്, നേരത്തെ മന്ത്രി ഇവിടെ വിശദീകരിച്ചുകൊണ്ട് കൂടുതൽ അതിലേക്ക് കടക്കണ്ട, ഇന്ത്യക്ക് തന്നെ മാതൃകയായിക്കൊണ്ടാണ് ഒരു ദുരന്ത മുഖത്ത് കേരളത്തിലെ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. 1 മാസം കൊണ്ട് പൂർണ്ണമായി ഇത്രയേറെ ആയിരക്കണക്കിന് ആളുകളെ പൂർണ്ണമായി വാടക മുറികളിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. അവരുടെ വാടക ഗവൺമെന്റ് കൊടുക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെന്റ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നു. ആദ്യത്തെ സഹായം എന്ന രൂപത്തിൽ 10,000 രൂപ വെച്ച് നൽകുന്നു. പ്രതിദിനം 2 പേർക്ക് 300 രൂപ വെച്ച് ആദ്യത്തെ മാസങ്ങളിൽ കൊടുക്കുന്നു. വാടക 6,000 രൂപ വെച്ച് കൊടുക്കുന്നു. സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവർക്ക് ഉടനടി തന്നെ 1 ദിവസം കൊണ്ട് 652 പേർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നു. ഇപ്പം ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ കൃത്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇവിടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 സ്ഥലങ്ങൾ, എൽസ്റ്റൺ എസ്റ്റേറ്റും അതുപോലെ തന്നെ നെടുമ്പാലയിലെ എസ്റ്റേറ്റും കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ മാതൃകാ ടൗൺഷിപ്പ് എന്ന രൂപത്തിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഒരു തടസ്സവുമില്ലാതെ എല്ലാ കാര്യങ്ങളിലും ദുരന്തമുണ്ടായ നിമിഷം മുതൽ മന്ത്രിമാരുടെ നേതൃത്വത്തെ, ഉപസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനം മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന നിലയിൽ പുനരധിവാസം വരെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഗവൺമെന്റ് കൃത്യമായി നീങ്ങുമ്പോൾ അതിനാവശ്യം ഫണ്ടാണ്. ആ ഫണ്ട് കേന്ദ്രം നൽകേണ്ടത് നമ്മൾ അവകാശമാണ്, അല്ലാതെ നമ്മൾ ഔദാര്യമായി തരേണ്ടതല്ല. കേരളത്തിന്റെ അവകാശപ്പെട്ട പണം അത് തരാൻ വേണ്ടി തയ്യാറാവുന്നില്ല. SDRF-ന്റെ ഫണ്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായി കിട്ടേണ്ട പണമാണ്. ദുരന്തമുണ്ടായാലും ഇല്ലെങ്കിലും തരേണ്ട പണമാണ്. അതിന് ആദ്യത്തെ വീതം മുമ്പ് തന്നു, ഇപ്പോൾ 145 കോടി ഇപ്പോൾ തന്നു. അത് SDRF മാനദണ്ഡ പ്രകാരം എന്തായാലും ലഭിക്കേണ്ട പണം. അതിൽ തന്നെ നിങ്ങൾ നോക്കൂ, അതിന്റെ ഒരു വിവേചനം മനസ്സിലാക്കാൻ. 14 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി 5,858 കോടി രൂപ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചപ്പോൾ ഇതുപോലെയൊരു ദുരന്തമുണ്ടായ സ്ഥലത്ത് ആകെ കിട്ടിയത് 145 കോടി മാത്രമാണ്. അവിടെ മഹാരാഷ്ട്ര കിട്ടുന്നത് 1,492 കോടിയാണ്.
1032 കോടി ആന്ധ്രക്ക് കിട്ടുകയാണ്. SDRF-ൽ തന്നെ വിവേചനം നമ്മളോട് കാണിച്ചതാണ്. സാധാരണഗതിയിൽ തരേണ്ട ഒരു ഫണ്ടാണ്. ആ ഫണ്ടിൽ പോലും വിവേചനം കാണിച്ചിട്ടുണ്ട്. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. പക്ഷേ NDRF എന്ന നിലയിലാണ് ഫണ്ട് തരേണ്ടത്. ദുരന്തം ഉണ്ടാകുന്ന സ്ഥലത്ത് പ്രത്യേകമായി ഫണ്ട് തരേണ്ടത്. അതിനിതുവരെ തയ്യാറായിട്ടില്ല. 1 രൂപ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ്. നമുക്ക് ആ വിഷയത്തെ വളരെ ഗൗരവമായി തന്നെ വയനാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട്. ഇനി പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടല്ല, വയനാടിനെ കൈത്താങ്ങാവേണ്ട ഘട്ടത്തിൽ നമുക്കൊരു ഗവൺമെന്റിൽ നിന്നും ഏറ്റവും സഹായം ലഭിക്കേണ്ടത് എപ്പോഴാണ്? ഏറ്റവും ദുരന്തം അനുഭവിക്കുന്ന ഘട്ടത്തിലാണ്. ആ ദുരന്തം അനുഭവിക്കുന്ന ഘട്ടത്തിൽ സഹായം ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഗവൺമെന്റ്? എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ആ നിലയിൽ? റഫീഖ്, വ്യക്തമാണ്.